CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ സ്തംഭിച്ചു. ഒരു ദിവസം 50 പേർക്ക് മാത്രം ടെസ്റ്റ് നടത്തിയാൽ മതിയെന്ന ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശത്തിനെതിരായുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ സ്തംഭിച്ചത്. പുന്നൂർക്കുളം പഞ്ചായത്തും ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നിർമ്മിച്ച മാഞ്ചിറ തറയിൽ റോഡ് നാടിന് സമർപ്പിച്ചു. സംസ്ഥാന പാതയിലെ പ്രധാന ജംഗ്ഷനുകളായ പെരുമ്പിലാവിലെയും അക്കിക്കാവിലെയും സിഗ്നലുകൾ നിലച്ചിട്ട് ഒരു വർഷം പിന്നിടുന്നു. ട്രാഫിക് നിയന്ത്രണം അവതാളത്തിലായതോടെ ഒരു വർഷത്തിനിടയിൽ 2 ജംഗ്ഷനുകളിലും നിരവധി അപകടങ്ങളാണുണ്ടായത്. വെളിയങ്കോട് പഞ്ചായത്തിൽ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ലോമാസ് ലൈറ്റുകൾ ഉദ്ഘാടനം ചെയ്തു. പൊന്നാനി MLA P നന്ദകുമാറിന്റെ ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ചാണ് വെളിയങ്കോട് പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ ലോമാസ് ലൈറ്റ് സ്ഥാപിച്ചത്. എരുമപ്പെട്ടി പഞ്ചായത്ത് 10ാം വാർഡ് പൂങ്ങോട് റോഡിനോട് ചേർന്നുള്ള നെൽപ്പാടം കൃഷി സംരക്ഷണമെന്ന വ്യാജേന കൃഷിസ്ഥലത്തിന് ചുറ്റും മതിലുകെട്ടി വ്യാപകമായി മണ്ണിട്ട് നികത്തുന്നതായി പരാതി. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിൽ നടക്കുന്ന ഈ പ്രവൃത്തിക്കെതിരെ യാതൊരു നിയമ നടപടികളും സ്വീകരിക്കാൻ പഞ്ചായത്ത് തയ്യാറാകുന്നില്ലെന്നാരോപിച്ച് BJP പ്രതിഷേധവുമായി രംഗത്തെത്തി. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ വുമൺ ഡെവലപ്മെന്റ് സെൽ IQAC-യുടെ സഹകരണത്തോടെ അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യം പ്രകൃതിയിലൂടെ എന്ന വിഷയത്തിൽ ആരോഗ്യ ബോധവൽക്കരണ ശില്പശാലയും ആരോഗ്യ പാനീയങ്ങളുടെ നിർമ്മാണവും പ്രദർശനവും സംഘടിപ്പിച്ചു. വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മിന്നാമിനികൾ എന്ന പേരിൽ അങ്കണവാടി കലോത്സവവും യാത്രയയപ്പും സംഘടിപ്പിച്ചു. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിലെ വിവിധ ശാസ്ത്ര പഠന വിഭാഗങ്ങളിൽ അന്തർദേശീയ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു. കോളേജിൽ നടന്നുവരുന്ന മെഗാ അക്കാദമിക് ഫെസ്റ്റിന്റെ ഭാഗമായാണ് സെമിനാറുകൾ നടക്കുന്നത്. മറ്റം ഫൊറോന മാതൃവേദിയുടെ നേതൃത്വത്തിൽ വനിതാ ദിനവും ആദരച്ചടങ്ങും നടന്നു. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ നടന്ന വനിതാ ദിനാചരണം ഫൊറോന സഹവികാരി ഫാദർ ജോയൽ ചിറമൽ ഉദ്ഘാടനം ചെയ്തു. അക്രമത്തിലും ഭീതിയിലും പെട്ട് കേരള ജനത നട്ടം തിരിയുമ്പോൾ റോമാ സാമ്രാജ്യം കത്തിയമരുമ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിയെപ്പോലെ പിണറായി വിജയൻ മാറുന്നുവെന്ന് K ജയശങ്കർ. പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച് കാട്ടകമ്പാൽ മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴഞ്ഞി ജെറുസലേം സെന്ററിൽ നടത്തിയ പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെഞ്ഞാമുക്ക് ഗവൺമെന്റ് LP സ്കൂളിന്റെ 115ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ മാർത്തോമ സിറിയൻ LP സ്കൂളിന്റെ 141ാം വാർഷികാഘോഷം ഫെസ്റ്റിൻ ഓബീറ്റ്സ് 2024 വിരമിക്കുന്ന പ്രധാന അധ്യാപികയായ സൈജു KGക്ക് യാത്രയയപ്പ് നടന്നു. പെരുമ്പിലാവ് അൻസാർ ഹെവൻസ് പ്രീ സ്കൂളിന്റെ 2023-24 അധ്യയന വർഷത്തെ കോൺവൊക്കേഷൻ വർണ്ണാഭമായി ആഘോഷിച്ചു. ചിറ്റണ്ട ജ്ഞാനോദയം UP സ്കൂൾ 70ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ഫിലിം ആർട്ട് ഡയറക്ടർ AV ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. ചേംബർ ഓഫ് കൊമേഴ്സ് കുന്നംകുളം വനിതാ വിങ്ങും തൃശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ മാർച്ച് 10 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെയാണ് ക്യാമ്പ് നടക്കുക. കുന്നംകുളം നഗരസഭയും കുന്നംകുളം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും ചേർന്ന് ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കരിക്കാട് CMLP സ്കൂളിന്റെ 97ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടത്തി. പഴഞ്ഞി മാർ ബസേലിയോ സ്കൂളിന്റെ 136ാം വാർഷികാഘോഷം സെനേറിയ 2K24 വർണ്ണാഭമായി. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്മാർട്ട് അംഗൻവാടിയാക്കി മാറ്റിയ എരമംഗലം ചെരിക്കല്ല് 140ാം നമ്പർ അംഗൻവാടി കുരുന്നുകൾക്ക് സമർപ്പിച്ചു. വരവൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം 2023-24 പദ്ധതിയിൽ ഉൾപ്പെടുത്തി തളി LP സ്കൂളിൽ നിർമ്മിച്ചു നൽകിയ വാട്ടർ കിയോസ്കിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത നിർവഹിച്ചു. വരവൂർ പഞ്ചായത്ത് SC വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും വിതരണം ചെയ്തു. ചൊവ്വലൂർ ശിവക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി 3 ദിവസങ്ങളിലായി നടക്കുന്ന കലാപരിപാടികൾക്ക് തുടക്കമായി. പെങ്ങാമുക്ക് പീഡികേശ്വരം ശിവക്ഷേത്രത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ രാത്രി ഗാനമേള നടക്കും. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, YouTube ചാനൽ, Facebook പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.